ഹലോ, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പോർക്ക് റോസ്റ്റാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ പോർക്ക് റോസ്റ്റ് ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. എല്ലാവരും ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പോർക്ക് റോസ്റ്റിന് വേണ്ടി 1 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. 4-5 തവണ നന്നായി കഴുകി വൃത്തിയാക്കിയ പോർക്ക് വെള്ളം വാർന്നു പോകാൻ വച്ചതിന് ശേഷം അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മി 20 മിനിറ്റ് വയ്ക്കുക. മാരിനേറ്റ് ചെയ്ത പോർക്ക് നമുക്ക് വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് മാറ്റാം. ഇത് 6 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിക്കാം. ആ സമയം കൊണ്ട് പോർക്ക് റോസ്റ്റിന് ആവശ്യമുള്ള സവാള അരിഞ്ഞെടുക്കാം. 6ാമത്തെ വിസിലും വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിടാം. വിസിൽ മുഴുവനായും പോയതിന് ശേഷം കുക്കർ തുറന്ന് ആവശ്യത്തിന് വേവായോ എന്ന് ചെക്ക് ചെയ്യുക. ആവശ്യത്തിന് വേവായിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് നെയ്യ് കോരിയെടുത്ത് അടികട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഈ നെയ്യിലാണ് നമ്മൾ അടുത്ത പരിപാടികൾ ചെയ്യാൻ പോകുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മൾ ഈ നെയ്യിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിനകത്തേക്ക് സവാള ചേർക്കുക. സവാള ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കീറിയതും മല്ലിയിലയും അതോടൊപ്പം ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം കൂടുതൽ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് സവാള വീണ്ടും വഴറ്റി കൊടുക്കുക. അടുത്തതായി അതിലേക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതാണ് ചേർക്കാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങും മസാലയും നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. നല്ല രീതിയിൽ യോജിപ്പിച്ച് വെച്ച ഉരുളക്കിഴങ്ങും മസാലയിലേക്ക് ഒരല്പം വെള്ളം തളിച്ച് മൂടി വച്ച് വേവിക്കുക. ഇടയ്ക്ക് തുറന്നിളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഉരുളക്കിഴങ്ങ് വെന്തോന്ന് നോക്കുക. വെന്ത് പാകമാകുമ്പോൾ വേവിച്ചു വച്ചിരിക്കുന്ന പോർക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളിയിൽ കിടന്ന് റോസ്റ്റായ പോർക്കിലേക്ക് അവസാനം കുറച്ച് ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി വയ്ക്കുക. അതിലേക്ക് മല്ലിയില, വേപ്പില എന്നിവ കൂടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് ഉപയോഗിക്കാം. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ.